മിമിക്രി താരവും നടനുമായ കോട്ടയം സോമരാജ് അന്തരിച്ചു. 62 വയസ്സായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഉദര സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മിമിക്രിയിലൂടെയാണ് സോമരാജ് കലാരംഗത്ത് എത്തുന്നത്. മിമിക്രി രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കോട്ടയം സോമരാജ് ഒട്ടനവധി ടി.വി. ഷോകളിൽ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു. അന്നത്തെ കാലം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയല്ലേ. പിന്നെ സ്കൂളിൽ പോകുന്നത് തന്നെ നമ്മുടെ ഉച്ചക്കഞ്ഞി കുടിക്കാൻ വേണ്ടിയാ അല്ലേ. പെട്ടെന്ന് കിടപ്പോൾ ചാടി വീണു. ഷോട്ട്പുട്ടിന് പേര് വന്നവരൊക്കെ വരാൻ പറഞ്ഞപ്പോഴേ അനൗൺസ്മെന്റ് ചെയ്തവര്. അപ്പം ഞാൻ കുട്ടി പിന്നാവില്ല എന്ന് പറഞ്ഞ് പാത്രമെല്ലാം കഴുകി കൈയെല്ലാം കഴുകി പാത്രമായിട്ട് ചെന്നു. അന്നേരം അറിയുന്ന ഇരുമ്പിൻ്റെ ഉണ്ടെടുത്ത് എറിയുന്നതിനാ പറയുന്നത് ഷോട്ട്പുട്ടെന്ന്. ഞാൻ വീട്ടിൽ നിന്ന് 2-3 പുസ്തകമുള്ളൂ. അത് സ്കൂൾ വരെ വിഷമിച്ചാൽ ചുമക്കുന്നത്. അതിന് ജീവനില്ലാത്ത ഞാൻ ഈ ഇരുമ്പിൻ്റെ ഉണ്ട എടുത്ത് എങ്ങനെ അറിയാനാ. ഞാൻ ഇതിനോട്ടും നോക്കി എല്ലാവർക്കും ഇട്ടും നോക്കി കേട്ടോ, വിഷമിച്ചു. ഇപ്പം എൻ്റെ ഒരു സാറ് വന്ന് അതെടുത്ത് എൻ്റെ കൈ വെച്ച് തന്ന് എറിയുവാണ് എറിയിട്ടെന്ന് ഓർത്തേ. ഇതെടുത്ത് കൈ വെക്കുകയും ഇതിൻ്റെ ഭാരം കൊണ്ട് ഒരു കാലം ഇവിടെ ഒരു കാലം അവിടെ ആയിപ്പോയി. ഇങ്ങനെ ആയിപ്പോയി. ഏതാ ഒരു രക്ഷയില്ലാതായിപ്പോയി. ഞാൻ പിന്നെ ഒരു വിധത്തെ കൈ ഇങ്ങനെ വെച്ചിട്ട് കുലുക്കിയിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് ഞാൻ സ്ഥലം വിട്ട്. പിന്നെ 2 ദിവസത്തെ തന്നെ ബുക്കിന് ഞാൻ അവധിയെടുത്ത്. വയ്യായിരുന്നു എനിക്ക്. അങ്ങനെ അതും സ്പോർട്സിലും കഴിവ് തെളിക്കും. പിന്നെയാണ് അവിടെ സ്കൂളിൽ ഈ നാടകം, അന്ന് ഈ മിമിക്രി ഇല്ല, മോണാക്ട് എന്ന് പറയുന്നത് നാടകത്തിന് ചേർന്ന്. അങ്ങനെ നാടകത്തിന് ചേർന്നപ്പോൾ അന്ന് ഈർക്കില് പോലെ ഇരിക്കുന്നത് ഏതാ നമ്മുടെ കണ്ട. അങ്ങനെ അത് കയറി വന്നപ്പോഴേ പോലീസായിട്ടായിരുന്നേ. അന്നത്തെ കാച്ചട്ടെ നിക്കർ അറിയാമല്ലോ, അതൊക്കെ ഊർന്നു പോയി. കാരണം ഇരിക്കത്തില്ലായിരുന്നു. അരല്ലേ ഒരു ഡയലോഗ് പറഞ്ഞ് സല്യൂട്ട് അടിച്ചപ്പോൾ ഊർന്നു പോയിട്ട് അന്ന് നിക്കറിന് അടിയിലൊന്നും ഇല്ലല്ലോ, അതിന് പോലും നിവർത്തിയില്ലാത്ത. അങ്ങനെ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. അങ്ങനെ അതിൽ പിന്നെ എല്ലാവരും എന്നെ വിളിക്കും അതാ കോമഡിക്ക് കയറി നിന്നാലും ചിരിക്കുമെന്നും പറഞ്ഞാൽ. അങ്ങനെയാണ് സ്കൂളിൽ നിന്നാണ് എൻ്റെ ആരംഭം. പിന്നെ